ഡയറി ഫാമിലേക്ക് വേണ്ടി വരുന്ന എല്ലാ മെഷീനറികളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പശുക്കൾക്ക് പെല്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ളൊരു മെഷീനാണ്. പെല്ലറ്റ് ഉണ്ടാക്കുന്ന പെല്ലറ്റ് മേക്കിംഗ് മെഷീനാണ്. ധാന്യങ്ങൾ പല ധാന്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് കൊടുക്കാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ചാണകം വിറകാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മെഷീനാണിത്. മറ്റായിട്ടുള്ള ചാണകത്തിന്റെ കൂടെ നമ്മൾ ഉമി അല്ലെങ്കിൽ അറക്കപ്പൊടി, വൈക്കോല് അങ്ങനെയുള്ളതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് തീ പിടിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. നമ്മുടെ ഷാഫ് കട്ടറുകളാണ്. പശുക്കൾക്ക് പുല്ല് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷാഫ് കട്ടറുകളാണ്. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൂടി ഈ ഒരു സൈഡിൽ കൂടി പുറത്തേക്ക് തെറിച്ച് വരികയാണ്. വിലക്കുറവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡയറി എക്യുപ്മെന്റ്സ്, ആക്സസറീസ് വാങ്ങാനായിട്ട് നിങ്ങൾ തമിഴ്നാട് കോയമ്പത്തൂർ പോകാൻ നിൽക്കുകയാണോ? അതിലും കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചിയിൽ കൈലാത്ത് മിഷൻസിൽ നല്ല അടിപൊളി മിഷൻസ് വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഡയറി എക്യുപ്മെന്റ്സ്, ആക്സസറീസ് മാത്രമല്ലാതെ തന്നെ ഇപ്പോൾ പുതിയ കുറച്ച് മിഷൻസ് കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു സംരംഭം പുതുതായിട്ട് തുടങ്ങത്തക്ക രീതിയിലുള്ള ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മിഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു മിഷനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മിഷന്റെ പ്രത്യേകത എന്താണ്, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഇതെന്ത് സംഭവം? നമ്മളിപ്പം ഫ്ലവർ മില്ലിന്റെ പരിപാടി, അതിന്റെ മിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി, എന്താണ്? അതല്ല, നമ്മളിത് നമ്മുടെ ചാണകം, ഉണക്ക ചാണകം, പിന്നെ ഫുഡ് വേസ്റ്റ്, ഹോട്ടലിലെ ഫുഡ് വേസ്റ്റ്, ഉണങ്ങിയ ഫുഡ് വേസ്റ്റുകൾ, പിന്നെ കക്ക, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വളം ഉണ്ടാക്കാനായിട്ടൊക്കെ ഉള്ള പർപ്പസിന് പൊടിക്കാനുള്ള മിഷനാണ് ഇത്. ഇഷ്ടിക, ഹോളോ ബ്രിക്സ് അങ്ങനെ ഐറ്റംസ് പൊടിക്കാൻ പറ്റുമോ? ഇഷ്ടിക വേണേലും പൊടിക്കാം. ഇഷ്ടിക, ഹോളോ ബ്രിക്സ് ആ രീതിയിലുള്ള ഒരു മിഷനാണ് കേട്ടോ. പൊളിയായിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫ്ലവർ മില്ലിന്റെ ആ ഒരു അത് പൾവറൈസർ ആണ് സംഭവം. പൾവറൈസർ ആണ്. പക്ഷെ നമ്മുടെ പർപ്പസ് ഈ വളം ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മിഷനായത്. ഇതിപ്പോ നമ്മുടെ ടിൻസ്, ഇത് ഉണങ്ങിയ ഹോട്ടൽ വേസ്റ്റ് ആണ്. അതായത് ഫുഡ് വേസ്റ്റ് ആണ്. എല്ലാ ഐറ്റംസും പച്ചക്കറി അങ്ങനെ എല്ലാം ഉണങ്ങിയ സാധനം. ഇതിപ്പോ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പൗഡർ ആയിട്ട് കിട്ടും. ഹോട്ടലുകാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എല്ലുകളൊക്കെ വരുന്ന ഫുഡ് വേസ്റ്റുകളാണ്, ഹോട്ടൽ വേസ്റ്റുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ നമുക്ക് ഇതിൽ പൊടിച്ചെടുക്കാനായിട്ട് വളമാക്കി എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് 3 HP ആണ് ഇതിന്റെ മോട്ടർ വരുന്നത്. പിന്നെ മണിക്കൂറിൽ ഒരു 250 കിലോയോളം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൽ മണിക്കൂറിൽ 250 കിലോയോളം നമുക്ക് വേസ്റ്റ് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അതെ. ഓക്കെ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കക്കായും പൊടിക്കാൻ പറ്റും. കക്ക പൊടിച്ചെടുക്കാം. കക്ക പോലുള്ള കട്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ പൊടിച്ചെടുക്കാം. ഇതിന് വില എങ്ങനെയാ വരുന്നത്? വില 82,600. 82,600 രൂപ, ടാക്സ് ഒക്കെ ഉൾപ്പെടെ, GST ഉൾപ്പെടെ. നമുക്കിപ്പോ നിലവില് ഒരുപാട് മാറ്റം ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പിൽ. ഒരുപാട് ഐറ്റംസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് നിലവിൽ എത്ര മിഷൻസ് ഉണ്ട്? നമുക്ക് വെറൈറ്റി ഡയറി ഫാമിലേക്ക് വേണ്ടി വരുന്ന എല്ലാ മെഷീനറികളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ മിഷൻസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മിൽക്കിംഗ് മിഷൻ മുതൽ ചാണകം കോരുന്നവരെ പാർലർ അടക്കമുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിലവില് നമ്മുടെ തുടക്കം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിൽക്കിംഗ് മിഷൻ തന്നെയാണ്. മിൽക്കിംഗ് മിഷനകത്ത് ഇപ്പൊ നിലവിൽ എന്താണ് ഓഫർ ഉള്ളത്? മിൽക്കിംഗ് മിഷനിൽ നമുക്കതൊരു 10 പശുവിനെ കറക്കാൻ പറ്റുന്ന 3/4 HP മോട്ടർ വരുന്ന ഒരു നാനോ മിൽക്കിംഗ് മിഷനാണിത്. ഓക്കെ. അത് നമുക്ക് അതിന്റെ പ്രൈസ് വരുന്നത് 19,500 രൂപയാണ്. നമുക്ക് വാറണ്ടി 3 വർഷമാണ്. 19,500 രൂപയ്ക്ക് 10 പശുവിനെ കറക്കാവുന്നത്. നമുക്ക് ഇതിന്റെ ബക്കറ്റ് എത്ര വരുന്നത്? 20 ലിറ്ററിന്റെ ബക്കറ്റ്. 20 ലിറ്ററിന്റെ ബക്കറ്റോട് കൂടി. അതെ, പൾസേറ്റർ ഉള്ള മോഡൽ തന്നെ. നല്ല അടിപൊളി ഓഫർ ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിന് 10 പശുവിനെ കറക്കാവുന്ന മിഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് ഇത്രയും സ്പെക്കുള്ള ഒരു സാധനം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് മെറ്റീരിയലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും എനിക്ക് പറയാനുള്ളത് കൈലാത്ത് മിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബ്രാൻഡാണ്. കാര്യം 15 വർഷത്തിന് മുകളിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ സെയിൽസും ആഫ്റ്റർ സർവീസും നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് കൈലാത്ത് മിഷൻ. സോ അവരൊരു ഓഫർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരിക്കലും മോശമായിരിക്കത്തില്ല ഒരു മിഷൻ. അതെനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമുക്ക് പിന്നെ അടുത്ത ഏതാണുള്ളത്? പിന്നെ ഈ ഒരു മിഷൻ, അതായത് നമുക്കിത് ഫിക്സഡ് ടൈപ്പ് മിൽക്കിംഗ് മെഷീൻ ആണ്. ഇത് കൂടെ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. 6.5 HP പെട്രോൾ എഞ്ചിന്, പ്രഷർ വാഷർ, 25 ലിറ്ററിന്റെ ബക്കറ്റ് എല്ലാം ഉൾപ്പെടെ 56,810 രൂപയാണ് ഇതിന്റെ പ്രൈസ്. പ്രഷർ വാഷർ, അതുപോലെ തന്നെ 25 ലിറ്ററിന്റെ ബക്കറ്റ്, പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ. ഇതിപ്പോ എത്ര മീറ്റർ ആയി കേബിൾ വരുന്നത്? 35 മീറ്റർ ആണ് ഈ ഒരു ഹോസ് വരുന്നത്. 35 മീറ്ററിന്റെ റോളാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഗണ്ണെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. അതായത് മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. നമുക്കിപ്പോ തൊഴുത്ത് കഴിയാനും പശുവിനെ കുളിപ്പിക്കാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും പിന്നെ മിൽക്കിംഗ് മിഷൻ എല്ലാം കൂടെ ഉള്ള ഒരു
ഇതാണ്. നല്ലൊരു കോംബോ ഓഫർ. കോംബോ ഓഫറാണ്. 56,810 നല്ലൊരു വർഷം വാറണ്ടി ഉണ്ട്. എത്ര? 3 വർഷം. 3 വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂഡഡ് GST ആണ്. ഇത് നമുക്ക് ചാണകം വിറകാക്കി മാറ്റാൻ വേണ്ടിട്ട് വരുന്ന ഒരു മെഷീനാണിത്. ചാണകം വിറകാക്കി മാറ്റാനോ? അതെ അതെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാണകം എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് വളരെ ഒരു പ്രശ്നമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കർഷകരുണ്ട്. അവരെ സംബന്ധിച്ചത് നല്ലൊരു ഓപ്ഷൻ ആണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഉണക്ക ചാണകമാണോ അതോ നമ്മുടെ സാധാരണ അതെ വെറ്റായിട്ടുള്ള ചാണകത്തിന്റെ കൂടെ നമ്മൾ ഉമി അല്ലെങ്കിൽ അറക്കപ്പൊടി, വൈക്കോല് അങ്ങനെയുള്ളതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് തീ പിടിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയാം. ഓ, അങ്ങനെയാണ് ഈ രീതിയിലാക്കി എടുക്കുന്നത്. ഈ രൂപത്തിലാക്കി 3 ടൈപ്പ് ഉണ്ടല്ലേ? സ്ക്വയർ ടൈപ്പ് ഉണ്ട്, റൗണ്ട് ഉണ്ട്, പിന്നെ ഒരു കമ്പിന്റെ മോഡൽ അല്ലെ, ചെറിയ രൂപത്തിൽ ചുള്ളി മോഡൽ. ആ രീതിയിലും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് നല്ല ഹീറ്റ് ആയിരിക്കും. ചാണകമായതുകൊണ്ടല്ലേ പെട്ടെന്ന് ചൂടായി. ചാണകമായത് കാരണം നല്ല ചൂട് കിട്ടും നമുക്ക്. കൂടുതൽ ഡ്രയറുകൾ അതുപോലെ ഇഷ്ടിക ചൂളകൾ അങ്ങനെയുള്ളിടത്താണ് കൂടുതൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും നല്ലൊരു ഓപ്ഷൻ ആണിത്. ശരിക്കും ചാണകം ആ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവും. ഇത് നമ്മുടെ അങ്ങനത്തെ ഒരു സ്മെല്ലും ഇല്ല. ഇത് പിന്നെ ഇനി എന്താ, ഇത് വന്നതിന് ശേഷം പിന്നെ ഉണക്കാൻ വെക്കണോ? എങ്ങനെയാണ്? അതെ, നമുക്ക് വിറക് രൂപത്തിലായതിനു ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി ആണ് ഈ രൂപത്തിലായിരിക്കും നമ്മൾ തീ കത്തിക്കാനായിട്ട് എടുക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം? ഇതിന് 75,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 75,000 രൂപ. നമുക്ക് ഓൾ കേരള സപ്ലൈ ചെയ്യാൻ കഴിയും? ഓൾ കേരള സപ്ലൈ ചെയ്യാനായിട്ട്. ഈ മിഷൻ നമുക്ക് ഫാമില് പശുക്കൾക്ക് പെല്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു മിഷനാണ്. പെല്ലറ്റ് ഉണ്ടാക്കുന്ന പെല്ലറ്റ് മേക്കിംഗ് മിഷനാണ്. അതായത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിന് തന്നെ പെല്ലറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കി പശുക്കൾക്ക് കൊടുക്കാം. മറ്റു യൂറിയ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി പല ധാന്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മിഷനാണല്ലേ? ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ? ഇതിന്റെ മോട്ടർ 3 HP ആണ് വരുന്നത്. 2 റോളറാണ് ഇതിന് വരുന്നത്. നമുക്കതൊരു മണിക്കൂറിൽ 100 കിലോയാണ് നമുക്ക് പെല്ലറ്റ് ഉണ്ടാക്കി കിട്ടുന്ന കപ്പാസിറ്റി. ഇതുവഴിയാണ് ഇവിടെ ഒരു ട്രേ ഇവിടെ വരും. സെറ്റ് ചെയ്ത് ഇതുവഴിയാണ് പുറത്തേക്ക് വരും അല്ലേ? പെല്ലറ്റ് ഉണ്ടായിട്ട് നമുക്ക് പുറത്തേക്ക് വരും. നമുക്ക് ഇത് എങ്ങനെയാണ് പ്രൈസ്? 56,600 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 56,600 രൂപ. അതെ, ശരിക്കും ഇത് നമുക്ക് കൊമേഴ്ഷ്യൽ യൂസിന് നടക്കുമോ? ഇല്ലല്ലോ, നമ്മുടെ ഫാമിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. അല്ല, നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഹെവി സാധനം ഉണ്ടോ നമ്മുടെ? അത് ഇതിന്റെ ഹെവി ഉണ്ട്. 30 HP ഒക്കെ വരുന്ന മോഡല്. വേറെ മോഡൽസ് ഉണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമ്മുടെ ഷാഫ് കട്ടറുകളാണ്. പശുക്കൾക്ക് പുല്ല് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷാഫ് കട്ടറുകളാണ്. ഇപ്പൊ ഒരുപാട് വെറൈറ്റി പല റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഈ മുമ്പിൽ കാണുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതിപ്പോ എങ്ങനെയാണ്? ഇത് സ്റ്റാർട്ടിംഗ് അല്ലേ? ഇത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. 22,600 രൂപയാണ് ഈ ഒരു മെഷീൻ വരുന്നത്. 3 HP മോട്ടറാണ്. സിംഗിൾ ഫേസ് ആണ് മോട്ടർ വരുന്നത്. ഹൈ സ്പീഡ് മെഷീനാണ്. അതായത് കൺവെയർ ബെൽറ്റിലാണ്. നമുക്ക് അപകടങ്ങൾ വളരെ കുറവാണ്. ഈ റോളർ പോലെ വരുന്നതിനൊക്കെ നല്ലത് ഒരു കൺവെയർ ബെൽറ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി കട്ട് ചെയ്ത് ഫ്രണ്ടിൽ കൂടി ഈ ഒരു സൈഡിൽ കൂടി പുറത്തേക്ക് തെറിച്ച് വരികയാണ്. അപ്പൊ അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞ ഇതല്ലേ? അതെ. ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് കുറെ കൂടെ ഹൈ സ്പീഡ് ഹെവി ഡ്യൂട്ടി മെഷീനാണ്. അതിലും കുറച്ചുകൂടെ പവർ കൂടിയ മെഷീനാണ്. എത്ര HP ആണ് മോട്ടർ? ഇത് 3 HP തന്നെയാണ് വരുന്നത്. മണിക്കൂറിൽ നമുക്ക് 1000 കിലോ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. മണിക്കൂറിൽ 1000 കിലോ വരെ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇതിൽ. സ്പീഡ്, അതായത് നമുക്ക് നല്ല കപ്പാസിറ്റി കൂടുതൽ സ്പീഡിൽ നമുക്ക് ഇടാനായിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ കൺവെയർ ബെൽറ്റും ഉണ്ട്. കൺവെയർ ബെൽറ്റ് അതിലും കുറെ കൂടെ കൂടിയ മോഡലാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിന് 25,600 രൂപയാണ്. 25,600 രൂപ. അത് നല്ലൊരു പ്രൈസ് തന്നെയാണ് ഈ ഒരു മോഡലിന്. പിന്നെ അടുത്ത ഏതാണ് ഇതിന്റെ അടുത്ത മോഡല്? നമുക്കിത് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മോഡലുകളാണ്. പൈനാപ്പിൾ ലീഫുകളാണ് കട്ടിയുള്ള പൈനാപ്പിൾ ലീഫ് ആകുമ്പോൾ ഫൈബറിന്റെ ഇതുള്ളത് കാരണം കട്ടാകാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഹൈ സ്പീഡ് മെഷീനിലൊക്കെ അങ്ങനെ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഇതിന്റെ വില 26,900 രൂപയാണ്. 3 HP തന്നെയാണ്. കുറച്ചുകൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യും അല്ലേ? അതെ. അതായത് മണിക്കൂറിൽ നമുക്കൊരു 380-400 കിലോയാണ് നമുക്ക് ഇതിൽ കട്ടിങ് കിട്ടുന്നത്. പൈനാപ്പിൾ ലീഫാണ് നമ്മൾ മെയിനായിട്ട്. പൈനാപ്പിൾ ലീഫ് കൂടുതലുള്ളവർക്ക് വേണ്ടി വരുന്നതാണ്. അത് തന്നെ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യുന്ന തന്നെ കുറെ കൂടെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്. അതിലും കൂടിയ സാധനമാണ്. ബ്ലോവർ ടൈപ്പ് ആണ്. ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ലിവറിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ ബ്ലേഡ് വരുന്നത് 6 mm കനം വരുന്ന ബ്ലേഡാണ്. പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂറിൽ 1000 കിലോയാണ് കപ്പാസിറ്റി വരുന്നത്. ഇതിന് 1000 കിലോ വരെ നമുക്ക് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന മിഷൻസ് ആണ് അല്ലേ? ഒരു 2-3 മോഡലുണ്ട്. അത്യാവശ്യം ചെറുതുമുണ്ട്,
ഒരു മീഡിയം, പിന്നെ അത്യാവശ്യം വലിയ ലിറ്റർ കപ്പ് നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് 60 ലിറ്റർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ചെറുത് വരുന്നത്. ഓക്കെ. വലുതാകുമ്പോൾ 165 ലിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 300 ലിറ്ററിന്റെ നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ പാല് വരും, ഇതുവഴി ക്രീം സെപ്പറേറ്റ് ആയി വരും അല്ലേ, മുകളിലൂടെ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ്? 23,600 രൂപ മുതലാണ് ഇത് സ്റ്റാർട്ടിംഗ്. ഏറ്റവും ചെറുതിന് നമുക്ക് 23,600 രൂപ അല്ലേ? ഒരു മിൽക്ക് പാക്കിംഗ് മെഷീനാണ്. നമുക്ക് പാല് പാക്ക് ചെയ്ത് കടകളിലും അതുപോലെ വീടുകളിലൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു മെഷീനാണ്. ഒരു കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് നമ്മുടെ ഫാമിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു ചോയ്സ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ്, എത്ര കവർ വരെ ഒരു മണിക്കൂറിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? ഇത് നമുക്ക് മാനുവൽ മെഷീനാണ്. നമുക്ക് പാല് അളന്നൊഴിച്ച്, ഇപ്പോൾ 1/2 ലിറ്റർ ആണെങ്കിൽ 1/2 ലിറ്റർ ഇതിനുള്ളിലേക്ക് അളന്നൊഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് സീൽ ചെയ്ത് കട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പെഡലാണ്. ഈ പെഡൽ നമ്മൾ കാലം കൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ സീൽ ചെയ്ത് കട്ട് ചെയ്ത് ഒരു 3 സെക്കൻഡ് കൊണ്ട് സീൽ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പാക്കറ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ അല്ലേ ഇതിന്റെ? ഇത് നമുക്ക് സെമി ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു മിൽക്ക് ഫില്ലിംഗ് മെഷീൻ വരുന്നുണ്ട്. നമുക്ക് അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ടൈം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് വരുന്ന ഒരു മെഷീനുണ്ട്. അതിന് 14,500 രൂപയാണ്. ഈ ഒരു മെഷീന്റെ വില 23,318. രണ്ടുകൂടെ പ്ലസ് ചെയ്ത് എടുത്താലും മതി. എടുത്താലും മതി. ഇതൊരു ഗീ മേക്കിംഗ് മെഷീനാണ്. നമുക്ക് പാല് ചൂടാക്കാൻ പറ്റും, നെയ്യ് ഉരുക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ പേട ഉണ്ടാക്കാൻ, പനീർ ഉണ്ടാക്കാൻ എല്ലാം പറ്റുന്ന ഒരു മെഷീനാണിത്. ഇത് നമുക്ക് 70 ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ഒരു മെഷീന് വരുന്നത്. 70 ലിറ്റർ വരെ പറ്റും? 70 ലിറ്റർ ആണ്. ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 84,480 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 84,400. ഇതൊരു ട്രോളിയാണ്. നമുക്ക് ഫാമുകളിലേക്ക് കൊണ്ട് കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ട്രോളിയാണ്. നമുക്ക് പുല്ല്, ചാണകം ഒക്കെ കയറ്റിക്കൊണ്ട് പോകാം. എല്ലാം കയറ്റിക്കൊണ്ട് 250 കിലോ വരെ നമുക്ക് വെയിറ്റ് ഇതിൽ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ട്രോളിയാണ്. 4 വീലാണല്ലേ? 4 വീലാണ്. അതുപോലെ തന്നെ നമുക്ക് അൺലോഡ് ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. നമുക്ക് ഇതിപ്പോ എങ്ങനെ വില പറയാ? 7,700 രൂപയാണ്. 7,700 രൂപ. അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആണ്. സാധനം ചാണകം കോരാവുന്ന ഒരു സാധനം അല്ലേ? അതെ, ചാണകം ഈസി ആയിട്ട് നമുക്കിപ്പം കോരി എടുക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് നമുക്ക് തള്ളി നമുക്കൊരു സൈഡിലേക്ക്, അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഏത് രീതിയിലേക്ക് നമുക്ക് ചാണകം മാറ്റാനായിട്ട് പറ്റുന്ന ഒരു മോഡൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മിഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.